പെപ്സിയുടെ ക്യാപ്പ് ഉണ്ടെങ്കിൽ ഗ്ലോബൽ വില്ലേജിൽ ടിക്കറ്റ് വേണ്ടെന്നാട്ട് ഇൻസ്റ്റാഗ്രാമേഴ്സ് പറയണത്. എന്നാൽ പിന്നെ ടെസ്റ്റ് അടിച്ചിട്ട് തന്നെ കാര്യം. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു ക്യാപ്പ് ഉണ്ട്. രണ്ടാമതൊരു ക്യാപ്പ് ഒപ്പിക്കലായിരുന്നു കേട്ടോ നമ്മുടെ ആദ്യത്തെ പരിപാടി. അത് കാരണം വേറൊരു പെപ്സി വാങ്ങിച്ചു. നമുക്ക് രണ്ടാൾക്കും വിശപ്പിൻ്റെ അസുഖമുള്ള കാരണം പോണ വഴിക്ക് ഒരു ഷവർമ വെച്ചിട്ടാണ് നമ്മൾ പരിപാടി തുടങ്ങിയത്. സംഭവം സത്യമായിട്ടാ, നമ്മുടെ ഇന്ന് ക്യാപ്പും വാങ്ങിച്ച് അതിൻ്റെ ഉള്ളിലത്തെ കോഡ് റെഡീം ചെയ്തിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ടിക്കറ്റ് അവർ ഇഷ്യൂ ചെയ്തു. നോർമലായിട്ട് 30 ദിറംസ് ആട്ടോ ടിക്കറ്റിന് വരുന്നത്. വീക്കെൻഡ് ആയ കാരണം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഉള്ളിൽ കയറിയപ്പോൾ. വരുന്നവരൊക്കെ വെൽക്കം ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു ചെങ്ങായി അവിടെ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട്. ഇനിയുള്ള 3 മണിക്കൂർ മാക്സിമം പവലിയൻസ് കവർ ചെയ്യാന്നുള്ളതായിരുന്നു കേട്ടോ നമ്മുടെ പരിപാടി. അങ്ങനെ പാകിസ്ഥാൻ്റെ പവലിയനിൽ കയറിയപ്പോൾ അവിടെ എന്തോ ഡാൻസ് പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ പോയത് ശ്രീലങ്കയുടെ പവലിയനാട്ടാ. അവിടെയും ഡാൻസ് തന്നെ, മൊത്തത്തിലൊരു ഡാൻസ് മയം. അവിടെ നിന്ന് ഇറങ്ങിയ പിന്നെ നമ്മൾ പോവാത്ത സ്ഥലമില്ലാട്ടാ. റഷ്യ, UAE, സൗദി, ജപ്പാൻ, അഫ്ഗാനിസ്ഥാൻ, സിറിയ, ആഫ്രിക്ക, തായ്ലാൻഡ്, അമേരിക്ക, എന്തിന് യൂറോപ്പ് വരെ പോയി. യൂറോപ്പിൽ പോകാന്നുള്ള എൻ്റെ കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ അത് സാധിച്ചു. എക്സ്പോയിലൊക്കെ ഉണ്ടായിരുന്ന പോലെ നമ്മൾ വിസിറ്റ് ചെയ്യണ പവലിയൻസിൻ്റെ സ്റ്റാമ്പ് പാസ്പോർട്ടിൽ അടിക്കാനുള്ളൊരു സെറ്റപ്പ് അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയതൊരു സ്റ്റേജ് ഷോ കാണാനാണ്. ഇത്രയൊക്കെ നടന്ന അവിടെ എത്തിയപ്പോഴത്തേനും നമ്മുടെ നടത്തും ഈ ഗോസ്റ്റുകളുടെ പോലെ. ആ നടന്നതിൻ്റെ ക്ഷീണം മാറാനായിട്ട് ചൈനയുടെ സ്റ്റാളിൽ കയറിയിട്ട് നമ്മ ഈ മാംഗോ ഐസ്ക്രീം കഴിച്ചു. ഇത് UAE ഒരു സമയത്ത് ട്രെൻഡിങ് ആയിരുന്നു കേട്ടോ. ഇപ്പം ആർക്കും വലിയ മൈൻഡൊന്നുമില്ല. എന്നോടൊന്ന് പിണങ്ങിയ കാരണം സന ഐസ്ക്രീം വേണ്ടാന്നാണ് പറഞ്ഞത്. പിണങ്ങിയാലും ഭക്ഷണത്തിനോട് പിണക്കില്ലാത്ത കാരണം ഞാനത് രണ്ടും കഴിച്ചു. പിന്നെ നമ്മൾ നേരെ പോയത് ഇന്ത്യയുടെ പവലിയനാട്ടാ. സംഭവം കൊള്ളാം, നൈസായിട്ടുണ്ട്. എല്ലാ പവലിയനും പോയി ഇത് ഇവിടെ വന്നപ്പോഴാട്ടാ എനിക്ക് ഏറ്റവും സന്തോഷമായത്. ഒരുവിധം എല്ലാ പവലിയൻസിലും പോയി ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈജിപ്തിൻ്റെ ആഫ്രിക്കയുടെയും പവലിയൻസ് ആട്ടാ. അതിലിപ്പോൾ നമ്മൾ പണ്ട് ഹിസ്റ്ററിയിൽ പഠിച്ച ഈ ഒരു സംഭവം തൊട്ട് റൊണാൾഡോയും മെസ്സിയും വരെ ഉണ്ട്. ഈ കാണുന്ന ക്രീം നമ്മൾ ആഫ്രിക്കൻ പവലിയെന്ന് വാങ്ങിച്ചാട്ടാ. സംഭവം കൊള്ളാം. അങ്ങനെ കൃത്യം 1 മണിയായപ്പോഴത്തേനും എല്ലാ സ്റ്റാൾസും അടച്ചു തുടങ്ങി. അപ്പം നമ്മൾ പറഞ്ഞു തന്നത് പെപ്സിയുടെ ക്യാപ്പിനെ കുറിച്ചാട്ടാ. പെപ്സിയുടെ ക്യാപ്പ് ഉണ്ടെങ്കിൽ ഈ വരുന്ന മെയ് 11 വരെ ഗ്ലോബൽ വില്ലേജ് ഫ്രീ ആയിട്ട് വിസിറ്റ് ചെയ്യാം.